സഖാവ് എം എ ബേബിക്ക് ഇതെന്ത് പറ്റി? എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതായത് എം എ ബേബിയെ ദേശീയ സെക്രട്ടറിയായി വച്ച് വാഴിച്ചെങ്കിലും ഒന്നിനും പിണറായി വിജയൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എം എ ബേബി അലട്ടുന്നുണ്ട്. അതായത് ഞാൻ എല്ലാം തീരുമാനിക്കേണ്ടത് ഞാനാണ് പാർട്ടിയിൽ. പക്ഷേ എനിക്കൊരു കറിവേപ്പിലയുടെ വില പോലും പിണറായി നൽകുന്നില്ല. അതുകൊണ്ട് ഇനി പിണറായിയെ പിടിച്ചിട്ട് കാര്യമില്ല. ഇനി ട്രംപിനെ ഒന്ന് പിടിക്കാം. കാരണം പിണറായി എൻ്റെ വിരട്ടലിലൊന്നും വീഴുമെന്ന് തോന്നുന്നില്ല. പിണറായിയെ വിരട്ടാനും തനിക്ക് പറ്റില്ല. കാരണം തന്നെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും പിണറായിക്കറിയാമേ. പിണറായി അത് വല്ലതും പുറത്തിറക്കിയാൽ തേഞ്ഞൊട്ടുന്നത് ഞാനായിരിക്കും. ഇപ്പോഴുള്ള പദവി പോലും ഇല്ലാതാവും. അതുകൊണ്ട് പിണറായി ഇനി തൽക്കാലം ഒന്നും പറയാൻ നിൽക്കണ്ട. പിണറായി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള നിലപാടെടുക്കാം. പക്ഷേ ട്രംപിനെ വെറുതെ വിടില്ല. ട്രംപിനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. പിണറായിയെ പഠിപ്പിക്കാത്ത 1-2 പാഠങ്ങൾ ഞാൻ ട്രംപിനെ പഠിപ്പിക്കാൻ പോവുകയാണ്. അല്ല സഖാവേ, എന്ത് പറ്റി? എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ട്രംപിനെ പാഠം പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ അല്ല. ട്രംപ് നിങ്ങളറിയാവോ? നിങ്ങൾ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ട്രംപിനോട് പോയി എന്താ പറയുക? പണ്ട് മുഖ്യമന്ത്രി പോയപ്പോൾ ഒരു പാട്ടക്കസേര കൊടുത്തവരാണേ ഈ അമേരിക്കക്കാർ. അപ്പോൾ നിങ്ങളെ ട്രംപിന് അറിയാമായിരിക്കുമോ? എന്തോ ആവട്ടെ. എന്ത് ഭയപ്പെടുത്തലാണ് ട്രംപിനെ പെടുത്താൻ പോകുന്നത് എന്ന് പറഞ്ഞില്ല. ട്രംപിനെ ഭയപ്പെടുത്തിയാൽ എന്തെങ്കിലും ഗുണം പാർട്ടിക്ക് കിട്ടുമോ ആവോ? എന്തായാലും ട്രംപിനെ ഭയപ്പെടുത്തി ഒന്ന് ഒതുക്കാൻ തന്നെയാണ് തീരുമാനം. ട്രംപ് നമ്മളെയൊക്കെ ഭരിച്ചിങ്ങനെ ലോക പ്രസിഡൻ്റാണ് ട്രംപ് എന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്. ആ ട്രംപിനെ വെറുതെ വിടാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എം എ ബേബി പറയുന്നത്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ആഞ്ഞടിച്ചിരിക്കുകയാണ് എം എ ബേബി. ട്രംപ് മുന്നോട്ട് പോകുന്നത് അമേരിക്ക പ്രസിഡന്റ് എന്ന നിലയിലല്ല എന്നും ലോക പ്രസിഡന്റ് എന്ന നിലയിലാണെന്നുമാണ് എം എ ബേബിയുടെ ആരോപണം. സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് ട്രംപിനോടുള്ള നയത്തിൽ പാർട്ടി നിലപാടെടുക്കും. എന്ത് നിലപാട്? മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് ട്രംപിനെക്കുറിച്ച് എം എ ബേബി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലല്ല ട്രംപ് പെരുമാറുന്നത്. ഈ വിഷയം പാർട്ടി നിരീക്ഷിച്ച് നിലപാട് സ്വീകരിക്കും. ബേബിയുടെ പ്രതികരണം കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെത്തുമ്പോഴേക്കും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന മട്ടിലല്ല, ലോക പ്രസിഡന്റ് താനാണെന്ന മട്ടിലാണ് ട്രംപ് പെരുമാറുന്നത്. ട്രംപിൻ്റെ നീക്കങ്ങളിൽ ഞങ്ങൾ അസ്വസ്ഥരാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ അത് എങ്ങനെ അനാവൃതമാകുമെന്ന് നോക്കി പാർട്ടി നിലപാടെടുക്കും. കേന്ദ്ര കമ്മിറ്റിയുടെ യോഗത്തിലെത്തുമ്പോഴേക്കും സ്ഥിതിഗതികൾ കുറച്ചുകൂടി വ്യക്തമാകും. അതായത് ട്രംപ് ഇനി ഇതുപോലെ സംസാരിച്ചാലോ, ട്രംപ് ഇനി ഇതുപോലെ പെരുമാറിയാലോ, ഞങ്ങൾ ഏത് തരത്തിലാണ് ട്രംപിനോട് പെരുമാറാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ട്രംപ് ആശങ്കപ്പെടേണ്ടതുണ്ട്. അതായത് ബേബിയുടെ ഈ വാക്കുകൾ കേട്ട് അങ്ങ് അമേരിക്കയിലിരിക്കുന്ന ട്രംപ് ഭയന്ന് വിറച്ചോടിയെന്നാണ് പറയുന്നത്. വൈറ്റ് ഹൗസിൽ കയറി ഒളിച്ച ട്രംപ് പിന്നെ പുറത്തിറങ്ങിയില്ല എന്നാണ് കേൾക്കുന്നത്. കാരണം ഈ കേന്ദ്ര കമ്മിറ്റിയിൽ എന്താണ് ട്രംപിനെതിരെ എം എ ബേബി സംസാരിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുവിടല്ലോ. അതോടുകൂടി ട്രംപിൻ്റെ സ്ഥാനം തെറിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് ട്രംപ് എന്നാണ് കേൾക്കുന്നത്. ആക്ച്വലി എന്താണ് എം എ ബേബിയുടെ പ്രശ്നം? സത്യത്തിൽ അതാണ് മനസ്സിലാകാത്തത്. ഒരു ദേശീയ സെക്രട്ടറിയാണ്. സീതാറാം യെച്ചൂരിയൊക്കെ സെക്രട്ടറി സ്ഥാനത്തിലിരുന്ന് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായി പാർട്ടിക്കൊപ്പം നിന്ന് പ്രതിപക്ഷങ്ങളെ കൃത്യമായി എതിർത്തും കാര്യങ്ങൾ വിലയിരുത്തിയും കൃത്യമായി പോയ ഒരു ദേശീയ സെക്രട്ടറി നമുക്കുണ്ട് എന്നുള്ളതാണ്. അവരെയൊക്കെ പറയിപ്പിക്കാനായിട്ടാണോ അതോ പിണറായി ഒരു പാഠം പഠിപ്പിക്കും, അത് ട്രംപിലൂടെ പറയാതെ പറയുകയാണോ എം എ ബേബി എന്നുള്ളതാണ്. എന്തായാലും എം എ ബേബിയുടെ കിളി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ അമേരിക്കയിലിരിക്കുന്ന ട്രംപിനെ ഇവിടെ ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ച് ട്രംപിൻ്റെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാന താത്വികമായ ലക്ഷ്യം എന്താണ് എന്നാണ് മനസ്സിലാകാത്തത്. അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന മട്ടിലല്ല, ലോക പ്രസിഡന്റ് എന്ന മട്ടിലാണ് ട്രംപിൻ്റെ നീക്കങ്ങൾ നടത്തുന്നത്. ഇന്ത്യയിലെ ലോകത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പാർട്ടി പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തതായും
ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായിരിക്കുന്ന ഗുരുതരമായ സാഹചര്യത്തിൽ ഭീകരവാദികളുടെ അതിക്രമണത്തിനെതിരായി രാജ്യം ഒറ്റക്കെട്ടായ സമീപനമാണ് എടുക്കുന്നത്. എന്നാൽ ഭീകരവാദത്തിനെതിരായി രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ സമൂഹത്തിൽ ഇതിനെ വർഗീയമായി ദുരുപയോഗപ്പെടുത്താനുള്ള ചില ശക്തികളും ഉയർന്നു വരുന്നുണ്ട്. ഇതിനെതിരെ ജാഗ്രത പാലിക്കണം. ഇന്ത്യയിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്താൻ സാധിക്കുമെന്ന് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തെളിയിച്ചു. ഈ അന്തരീക്ഷം ഇന്ത്യയിൽ നിലനിർത്താൻ സാധിക്കണം. ഇത്തരം കാര്യങ്ങളും ഞങ്ങൾ PBയിൽ ചർച്ച ചെയ്യും. എല്ലാം പോളിറ്റ് ബ്യൂറോയിൽ ചർച്ച ചെയ്യാനാണ് ബേബി സാർ വച്ചേക്കുന്നത്. അതായത് പിണറായിയെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ല. പാർട്ടിയിൽ ഒരു വിലയുമില്ല. ഒരു പണ്ട് VS അച്യുതാനന്ദനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞതുപോലെ അതിലും കഷ്ടമാണ് MA ബേബിയുടെ കാര്യമെന്നാണ് പാർട്ടിയിലെ ചില നേതാക്കൾ പറയുന്നത്. അപ്പോൾ അത്രമാത്രം പാർട്ടിയിൽ വലിയ നാണക്കേട് അപമാനമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് MA ബേബി. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ MA ബേബിക്ക് പറയണ്ടേ. വളരെ കരുത്തുറ്റനായ നേതാവായിരുന്നു, മുൻകാല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, പാർട്ടിയിലെ എല്ലാം അത്യാവശ്യം തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഒരാളായിരുന്നു MA ബേബി. പക്ഷേ ബേബിയെ പിണറായി ഒതുക്കി കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനം പോലും കാണികൾക്കിടയിൽ നിന്ന് കാണേണ്ടി വന്ന ഒരു ദേശീയ സെക്രട്ടറിയായി MA ബേബി അധപ്പതിച്ചിരിക്കുന്നു. MA ബേബിയുടെ അധപ്പതനം അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് കലിപ്പ് തീരണില്ലല്ലോ തള്ളെ എന്ന് പറയുന്നത് പോലെയാണ് MA ബേബിയുടെ അവസ്ഥ. എന്തായാലും ഈ അവസ്ഥ മാറ്റാനൊന്നും പിണറായി സർക്കാർ ഈ ഇരിക്കുന്നിടത്തോളം കാലം നടക്കും എന്ന് തോന്നുന്നില്ല. കാരണം MA ബേബിക്ക് എപ്പോഴും പിന്നിൽ തന്നെയാണ് സ്ഥാനം. അതുകൊണ്ട് ഒന്ന് അമേരിക്കയിലേക്ക് പോയി ട്രംപിനെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്ത് ഒന്ന് മുട്ടി നോക്ക്. എന്തെങ്കിലും കിട്ടുമായിരിക്കും ട്രംപിൻ്റെ വായിന്ന്. കാരണം ട്രംപിന് നിങ്ങളറിയില്ലല്ലോ. ട്രംപിന് ആ കൂടെ അറിയാവുന്നത് പിന്നെ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും രാജ്നാഥ് സിംഗിനെയും പിന്നെ എന്തൊക്കെ മണ്ടത്തരങ്ങൾ പറഞ്ഞാലും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയൊക്കെ അറിയാം. പക്ഷേ MA ബേബിയെ ട്രംപിനറിയാൻ വഴിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും MA ബേബി ഒന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് നോക്കൂ. ഒരു 4 വർത്തമാനം കൂടെ ട്രംപിനെതിരെ അങ്ങ് പറ. എന്നിട്ട് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ട്രംപിനെതിരെ പുതിയ പ്രമേയം പാസ്സാക്കുക. പറ്റുമെങ്കിൽ നിയമസഭയിലും പിണറായിയെ കൊണ്ട് ട്രംപിനെതിരെ ഒരു പ്രമേയം ഇറക്കിക്കുക. ട്രംപിൻ്റെ നിലപാട് ശരിയല്ല, ട്രംപ് രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം ഇറക്കിയ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ 4 കല്ലേറുമൊക്കെ നടത്തി ആ SFI പിള്ളേരെ കൊണ്ട് DYFI പിള്ളേരൊക്കെ വെറുതെ ഇരിക്കുകയല്ലേ, വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന പിള്ളേരെയും വിളിച്ച് 4 നല്ല കല്ലേറൊക്കെ നടത്ത്. അപ്പോൾ ട്രംപ് കണ്ടില്ലെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ അതൊരു ചാകരയായിരിക്കും. കുറച്ച് നാളത്തേക്ക് ചർച്ച ചെയ്യാനും ഒക്കെ ഒരു കാര്യം കിട്ടും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാവും സഖാവേ നല്ലത്. അല്ലാതെ ട്രംപിനെതിരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. കാരണം ട്രംപിന് താങ്കൾ ആരാണെന്ന് അറിയണ്ടേ, എന്നിട്ടല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ.